നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഇല്ലെങ്കിൽ നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്നിട്ട് നിനക്ക് ഈ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങളെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ? എല്ലാവർക്കും ഇതുമാതിരി ബ്ലാക്ക് മെയിൽ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്, ദ ക്വയറ്റ് പവർ ഓഫ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഇങ്ങനെ ആരെങ്കിലും നമ്മളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് പിടിവിട്ടിട്ട് മുന്നോട്ട് പോവുക? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ആൾ നമ്മളടുത്ത് പറയാണ്, നിനക്ക് എന്നോട് ശരിക്കും നല്ല ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു എന്ന്. ഇതിപ്പോൾ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നല്ല, സ്നേഹം കൊണ്ട് പറയുന്ന അല്ലേ? സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നതാണ്. ഇതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഗിൽറ്റ് ട്രിപ്പിങ്ങും ഒക്കെ ശരിക്കും എന്തിനാണ് ആൾക്കാരത് ഉപയോഗിക്കണേ? അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇത് സംഭവിക്കുമ്പോൾ തന്നെ ഓഹോ ഇതാണ് നീ പരിപാടി, ഇത് ചെയ്യുന്നത് ഇതാണല്ലേ എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനോടൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാം. എപ്പോഴും നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടോ ഒന്നും അല്ലത് ഉണ്ടാവുക. അത് പൊതുവെ വേറെ ഏതെങ്കിലും ഇമോഷൻസാണ് അതിന് മുന്നിലുണ്ടാവുക. അപ്പോൾ സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ നമുക്ക് വിധേയത്വം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗിൽറ്റ് ഉണ്ടാവുക. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇമോഷൻ്റെ പുറകിലാണ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ പൊതുവെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ നമുക്കത് കിട്ടുക ഇങ്ങനത്തെ ഒരു വികാരത്തിൻ്റെ പുറകിലായിരിക്കും കേട്ടോ. അപ്പോൾ സൈക്കോളജിക്കലി ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടെന്നാണ് പറയണത്. ആദ്യം ഇങ്ങനൊരു കാര്യം വേണമെന്ന് ഒരാൾ പറയും. അപ്പോൾ നമുക്കത് പറ്റില്ലെങ്കിൽ പ്രഷർ വരാൻ തുടങ്ങും. പിന്നെ ഈ പ്രഷർ എന്തായി മാറും? ഗിൽറ്റാവും. എന്ന് വെച്ചാൽ ഒരു പശ്ചാത്താപം നമുക്ക് അതിനുള്ളിൽ, അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് വരും, അല്ലെങ്കിൽ ഫിയർ ആയിരിക്കും, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഓബ്ലിഗേഷൻ വരും. ഈ പ്രഷർ ഇതൊക്കെ ആയിട്ട് മാറും. അത് നമ്മൾ ഓക്കെ എന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനൊരു റിവാർഡ് കിട്ടും. അയ്യോ എന്നാലും പറ്റില്ല എന്നങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്കതിനൊരു പണിഷ്മെൻറ്റും കിട്ടും. പൊതുവെ ഇങ്ങനെ ആൾക്കാർ പറയാന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു എന്നിട്ടാണ് നീ ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ആകെ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ നീയായിരുന്നു, അതും പോയി, അല്ലെങ്കിൽ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താവുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഈ ടൈപ്പ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ സൈലൻസ് ആയിരിക്കും, നമ്മളോട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രതികരണം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുക. ഇങ്ങനത്തെയൊക്കെ ആണ് നമ്മൾ ഇതിനോട് ഒരു പോസിറ്റീവായ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നമ്മൾ കാണുന്ന സംഭവം. ഇതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെക്കാനിസമാണ്, ഒരു കാര്യം ചെയ്യേണ്ട ഒരു രീതിയാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. അവർ ഉദ്ദേശിക്കുന്ന പ്ലാൻ, അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണത്? ഇത് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആൾക്കാർ വളരെ വീക്കായതുകൊണ്ടല്ല, അവർ മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്ക് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിവില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അവർ വിഷമിക്കേണ്ട എന്ന് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇവർ ഈ തരം സ്ട്രാറ്റജീസ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതിന് ഇങ്ങനെ ഗിൽറ്റ് ട്രിപ്പിങ്ങും ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ദുഷ്ടന്മാരൊന്നുമല്ല. അവർക്കങ്ങനെ എന്തെങ്കിലും വളരെ മോശം ഇൻറ്റൻറ്റ് വെച്ച് അവർ ചെയ്യുന്നൊന്നും ആയിരിക്കില്ല. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പൊതുവെ നമുക്ക് ഒരാളുടെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ, എസ്പെഷ്യലി ഈ കല്യാണമൊക്കെ കഴിച്ച് പോകുമ്പോൾ ആ കല്യാണം കഴിക്കുന്ന ആളുടെ അതിന് മുമ്പ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവരുടെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പം ഇങ്ങനത്തെയൊക്കെ സ്ട്രാറ്റജി പുറത്തെടുക്കാൻ ചാൻസ് ഉണ്ട്. ചിലർക്കതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. എന്നുവെച്ചാൽ കൺട്രോൾ വേണം അവർക്ക്, അത് അവർക്കൊരു സേഫ് ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ആൾക്കാർ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, അതൊക്കെ കൊണ്ട് അവർ അവരുടെ ഇമോഷൻസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും. പിന്നെ ചിലപ്പോൾ അവർ കണ്ടു വളർന്നതായിരിക്കും, ഇങ്ങനെ ഗിൽറ്റൊക്കെ അടുപ്പിച്ച് നീ ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ആൾക്കാർ വളരുമ്പോൾ അവർ പലപ്പോഴും വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നോർമലാണെന്നാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല, വേറെ ആൾക്കാരോട് ചെയ്യുന്നൊരു ക്രൂരതയാണിതെന്നുള്ള അവർക്ക് മനസ്സിലാവില്ല. കാരണം എല്ലാവരും അവരുടെ ചുറ്റും തന്നെയാണ് പറഞ്ഞിരുന്നതും ചെയ്യുന്നിരുന്നതും. പിന്നെ ചിലപ്പോൾ ഇമോഷണലി ഇമ്മച്യൂറായ ആൾക്കാർ ഇങ്ങനെ പരിപാടി ഒപ്പിക്കുന്ന കാണാറുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇങ്ങനെ വേണം എന്ന് പറയുന്നത്
കുറച്ചൊരു വൾണറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ലേ, നമുക്കിത് വേണം, നമ്മൾ ഡാറ്റ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ അവർക്കൊരു ഷോർട്ട് കട്ട് പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് അവർക്കിങ്ങനെ നമ്മളിങ്ങനെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യണേക്കാളും ഈ രീതിയിൽ പോകുന്നത് ബെറ്റർ ആണെന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാണെങ്കിലും നമ്മൾ എന്തിൻ്റെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒരാളെ ചെയ്യണം അല്ലെങ്കിൽ ഗിൽറ്റ് ട്രിപ്പിംഗ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഉദ്ദേശം കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഉദ്ദേശിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ റീസൺസ് കാരണം, നമ്മളത് എല്ലാവരും ചെയ്യുന്നപ്പോൾ ഞാനും ചെയ്യുന്നു എന്നൊക്കെയുള്ള റീസൺ കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മുടെ മുകളിലുള്ള ട്രസ്റ്റ് ഇല്ലേ, അത് പോകും. അപ്പം നമ്മൾ ഇനീഷ്യലി നമ്മൾ പറയുന്ന അയാൾ കേൾക്കുന്നുവെങ്കിലും ഓവർ ടൈം അവർക്ക് ഇമോഷണലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്ത് കാര്യം സാധിക്കുമ്പോൾ. അപ്പോൾ അവർ മെല്ലെ നമ്മുടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നമ്മുടെ അടുത്ത് അധികം ബന്ധം വെക്കാത്ത ഒരാളായിട്ട് മാറും. അപ്പം നമ്മളിത് ചിലപ്പോൾ റിയലൈസ് ചെയ്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നല്ലോ വെച്ച് ചെയ്യുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആരെങ്കിലും ചെയ്യുമ്പം അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അത് കാരണം അവർക്ക് അവരുടെ വിചാരം, ഞാൻ ഇവർക്കിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാനൊരു ചീത്ത മനുഷ്യനാവുക എന്നുള്ളൊരു ഫീലിംഗ് വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം കാര്യം സംഭവിച്ചാലോ ഞാൻ നോ പറഞ്ഞാൽ, മനസ്സിലായോ, അല്ലെങ്കിൽ ഞാനിത് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, ഒരു കർത്തവ്യബോധമൊക്കെ കയറി വരും. യെസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാണ്ട്, നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മൾ യെസ് പറഞ്ഞു പോകും. അപ്പോൾ ഇത് എളുപ്പമല്ല ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ രക്ഷപ്പെട്ട് ഓടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഒന്ന് തിരിച്ചറിയുക? അതും നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞാൽ പോരാ. അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യണം, ഓഹോ ഇതാണ് നീ ചെയ്യുന്നതല്ലേ, ഇതെങ്ങനെ തിരിച്ചറിയും? കുറച്ച് സിഗ്നൽസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രഷർ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഈ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ പണ്ട് ഒരിക്കലൊരു ഫോൺ കോൾ കിട്ടിയിരുന്നു. ഏതോ ഒരു ട്രാവൽ കമ്പനിയാണ് കേട്ടോ, ഞാൻ ഇന്ത്യയിലുള്ളപ്പോഴാണ്. അവർ പറഞ്ഞത് ഇന്നൊരു ഓഫറുണ്ട്, ഇത് ഇപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെടും, ഇത്രകൊണ്ട് 75% ഓഫർ എന്തുണ്ട്, ഇപ്പം ചെയ്യണം, ഇപ്പം ചെയ്തേ പറ്റൂ. അപ്പം നമുക്കൊരു പ്രഷർ, അയ്യോ ഇപ്പം ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. എന്തിനാണ് അവർ ആ ഓഫർ അങ്ങനെ ഇപ്പം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഓഫറാക്കി വെക്കുന്നത്? ഞാനത് ചിന്തിച്ചിട്ട് നാളത്തേക്ക് ആ ഓഫർ വെച്ചുകൂടെ? അവർക്കില്ല, അവർക്ക് ഇപ്പം തന്നെ ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആ പ്രഷറില്ലേ, അത് പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ട്രാവൽ കമ്പനി വിളിച്ച് പ്രഷർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിനും ഇതുണ്ടാവും, പെട്ടെന്ന് വേണത്, നമുക്ക് ചിന്തിക്കാൻ സമയം തരില്ല അവർ. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെയോ അവരുടെ ലോയൽറ്റിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു ടെസ്റ്റായിട്ട് ആണ് അവർ ഈ റിക്വസ്റ്റ്, അവരുടെ ഈ റിക്വസ്റ്റ് അവർ പറയുക. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ഇത്ര നല്ല മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് എന്നോടൊരു എന്താ പറയുക, ഇത്രയും കാലത്ത് ഞാൻ നിന്നെ നോക്കി വളർത്തിയതിൻ്റെ ഇത് നിനക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഫ് ക്ലോസ് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ നോ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ ഒന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എന്നാ ശരി ഇനി നീ എനിക്ക് ആരുമല്ല എന്ന മുതലായ ഒരു സംസാരം, അല്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടം കാണിക്കൽ, ഇതൊക്കെ ഇതിൻ്റെ സിഗ്നൽസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഈ ഭയങ്കര വിഷമം തോന്നുന്ന ഉത്തരവാദി ആരാണ്? നമ്മളാണ് അല്ലേ. അവരിത് എക്സ്പെക്ട് ചെയ്തു നമ്മുടെ അടുത്ത്, ആ സ്നേഹം കൊണ്ട് അല്ലേ. സ്നേഹം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഒരു ഇമോഷൻ്റെ പുറത്താണ് ഇതൊക്കെ ബേസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഇമോഷൻസിന് റെസ്പോൺസിബിൾ ആവുകയാണ്. ശരിക്കും നമ്മളാണോ റെസ്പോൺസിബിൾ? അല്ല. അവരിതൊക്കെ അസ്യൂം ചെയ്ത് അവരൊരു റിക്വസ്റ്റും കൊണ്ട് വന്നിട്ട് എനിക്കത് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇമോഷൻസിന് ഉത്തരവാദി ഞാനല്ല, നിങ്ങളുടെ ഇമോഷൻസിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് അല്ലേ. ആൻഡ് നമുക്ക് ഏറ്റവും അധികം നമുക്കിത് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ചോയ്സ് ഇല്ല. ഇത് കാര്യം ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുക. ഇല്ല എന്നൊരു ഓപ്ഷൻ നമുക്കവിടെ വരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് സംസാരിക്കാതെ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ചിന്തിക്കുക, എന്നിട്ട് ഡീപ്പ് ബ്രെത്ത് എടുത്ത് അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലേ. നമ്മൾ അങ്ങോട്ട് കോൺഫ്രണ്ട് ചെയ്യാൻ നിന്നാൽ അത് ശരിയാവില്ല. നമ്മൾ പൊതുവേ നമ്മൾ ക്ലിയർ ആയിരിക്കണം എന്താ കാര്യം നമ്മൾ പറയാൻ പോണതെന്നും. ആൻഡ് നമ്മുടെ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോൾ ഒരാളിങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവമാണ്, ഇങ്ങനെയൊക്കെയാണല്ലേ, എനിക്ക് ഒത്തിരി സമയം വേണം കേട്ടോ ചിന്തിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, സമയം നമുക്ക് തരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഏർജൻസിയിലാണ് അവർ ആ കാര്യം പറയുക, ഇപ്പം തന്നെ പറയണം, ഇപ്പം തന്നെ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ആ ഏർജൻസി കൊണ്ട് റിമൂവ് ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറയണത്, ഇത്തിരി സമയം വേണമെന്ന് പറയാം.
അല്ലെങ്കിൽ നമ്മൾ പറയുക, ഇങ്ങനെയൊക്കെ പറയുമ്പം എനിക്കിവിടെ നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രഷർ ഉള്ള പോലെ തോന്നുക. നമുക്കത് ഫീൽ ചെയ്യുന്ന അങ്ങോട്ട് പറയാം. ഐ ഫീൽ ലൈക്ക് ഐ എം ബീങ് പ്രഷേർഡ്, ഇങ്ങനെ ഗിൽറ്റ് വരുത്തിച്ച് പ്രഷർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുക എന്നൊക്കെ പറയാം. നമുക്ക് എന്താ തോന്നുന്നത് അത് പറയാം. ഇമോഷൻസ് അവർക്ക് ഇങ്ങോട്ട് ഇടുന്ന കാര്യങ്ങൾ നമുക്കത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ഒബ്സേർവ് ചെയ്യാണ്. നമുക്ക് വരുന്ന ഫീലിങ്സ് നമ്മൾ ഒബ്സേർവ് ചെയ്ത് നമ്മളത് വേർഡ്സിൽ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫീലിങ്സ് ഇല്ലേ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാം. ഫീലിങ്സ് വേറെയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി വേറെയാണ്. അപ്പോൾ നമ്മൾ അവർ ഒരു വിഷമമുള്ളതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറയണത്. അപ്പോൾ നമ്മൾ പറയുക, എനിക്ക് മനസ്സിലാവേണ്ടത് എനിക്ക് വിഷമമുണ്ടെന്ന്, പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്കിത് സാധിച്ചു തരാൻ പറ്റില്ല. വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെയായിരുന്നാലും നമുക്ക് ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫീലിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പറയാം, അങ്ങനെയാണെങ്കിലും നിനക്ക് നിൻ്റെ വിഷമവും നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലെ എനിക്കിത് ചെയ്തു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു ട്രാപ്പിൽ പെടാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഇങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ പറ്റില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളെ ഒരു കോർണറിലാക്കും. നമ്മൾ നമ്മുടെ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ജസ്റ്റ് പറയാം നമുക്ക് എന്താ കാര്യം, നമുക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് പറയാം. അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. പക്ഷേ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഓവർ ജസ്റ്റിഫൈ ചെയ്യാനോ ഒന്നും പോകരുത്. കാരണം പിന്നെ അവിടെ നിങ്ങളുടെ നെഗോഷിയേഷൻ വരും. പക്ഷേ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള നെഗോഷിയേഷൻ വരും. അപ്പോൾ അതിന് ഇട കൊടുക്കാണ്ട് നമ്മൾ കാര്യം പറയും, അത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക. ക്ലാരിറ്റി വരണം അവിടെ. പിന്നെ ലോങ് ടേം ആയിട്ട് നമ്മളിത് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അധികം റിയാക്റ്റീവ് ആവാണ്ടിരിക്കുക. നമ്മൾ ക്ലിയർ ബൗണ്ടറീസ് നേരത്തെ തന്നെ സെറ്റ് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത് ആൾക്കാർ ലേൺ ചെയ്യും. ആ പാറ്റേൺ അവർ ലേൺ ചെയ്ത് അവർ അത് വീണ്ടും വീണ്ടും അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഏർലി ഓൺ, ഏറ്റവും ആദ്യം തന്നെ നമുക്കിതൊക്കെ റിയലൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് താല്പര്യമുണ്ടെന്നുള്ള ആ കാര്യം അവിടെ നമ്മൾ ഏറ്റവും ഏർലി ഓൺ തന്നെ അറിയിക്കുക. അത് വളഞ്ഞു കെട്ടി പറയാണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഗിൽറ്റ് ട്രിപ്പിംഗ് ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് പറയാം. എന്തെങ്കിലും വേണമെങ്കിൽ ഡയറക്റ്റ് പറയുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡയറക്റ്റായിട്ട് അവരെ അറിയിക്കുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റായിട്ട് പറയുമ്പം അവർ ഡയറക്റ്റായി പറഞ്ഞതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു അപ്രോച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും യെസ് പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാക്കണ്ട, യെസ് അതങ്ങ് ചെയ്തു കൊടുക്കാം, ആ ഒരു രീതിയിലെടുത്താൽ നമ്മൾ വേറെ ആൾക്കാരോട് പറയാതെ പറയാണ്, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പ്രഷർ ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നുള്ളത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ സ്റ്റാർട്ടിങ്ങിലെ അങ്ങനെ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. പ്രഷർ ചെയ്താൽ നടക്കില്ല എൻ്റെ അടുത്ത് എന്നുള്ള കാര്യം ക്ലിയറായി ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ പ്രഷർ ചെയ്താൽ നടക്കില്ല, അപ്പോൾ അവളുടെ അടുത്ത് നടക്കില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ നോ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും സ്റ്റാർട്ടിങ് ഒക്കെ, പക്ഷേ നമുക്കതൊരു നോ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നതല്ല. ഇത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കണം. നമുക്ക് അവർ വിഷമിക്കേണ്ട എന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നോ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു യെസ് പറയുമ്പോൾ വേറെ പല കാര്യങ്ങൾക്കും നമ്മൾ നോ പറയുക. അപ്പോൾ എന്തായാലും ഒരു നോ പറയുന്നുണ്ട്. അപ്പോൾ ആ നോ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ബ്രെയിൻ പറയുന്ന സ്ഥലത്ത് നോ പറയാം. ഇപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് വെച്ചാൽ വലിയ വില്ലന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. സാധാരണ നമ്മുടെ ഓർഡിനറി റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, കലീഗ്സ്, ഫാമിലീസ് ഇതിനൊക്കെ ഇടയിൽ ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽഡ് ആവുന്ന ആളല്ല, വേറെ ആൾക്കാരുടെ ഇമോഷൻസ് നമ്മുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തിട്ടോ, എസ്പെഷ്യലി ഈ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ അച്ഛനമ്മമാരൊക്കെ സാധിക്കും. അച്ഛനമ്മമാരല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട്, അച്ഛനമ്മമാരൊക്കെ ക്രൂരന്മാരെന്ന് പറയുന്നതല്ല, അത് പിള്ളേരും അച്ഛനമ്മമാരെയും അങ്ങനെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. ഗിൽറ്റ് പ്രഷറിൻ്റെ മുകളിലൊന്നും നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല.
ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായി വളഞ്ഞ് കെട്ടി പറയാണ്ട് ക്ലിയറായി പറയുമ്പോഴും റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും ആ ചോയ്സ് റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ വരുന്നതാണ് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്. നമ്മൾ കോൺഷ്യസ് ആയി ചൂസ് ചെയ്യുക. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് തോന്നി. പലരും ഇമോഷണൽ ബ്ലാക്ക് മെയിലിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, നമ്മുടെ ഉള്ളിലൊരു അറിവ്, ഒരു ചിന്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും നമുക്ക്. പിന്നെ നോ പറയാനൊക്കെ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യണം? അവരെ ഓടിപ്പോവാണ് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് കാണാണ്ട്. എനിക്കൊക്കെ അങ്ങനെ ഫേസിനായിരുന്നു. അവരെ കാണുമ്പോൾ എൻ്റെ അമ്മ അവരിപ്പോൾ അത് പറയും, ഞാൻ ഓടുക എന്നാണ്, ഞാൻ ഓടാറുണ്ട്. അങ്ങനെ ഓടി ഓടി തളർന്ന ഒരു ആളാണ് നിങ്ങൾ എന്നെപ്പോലെ. അതുപോലെ ഞാനിപ്പോൾ നോ ഒക്കെ പറയാൻ പഠിച്ചു. അതുപോലെ നിങ്ങളും പഠിച്ചോ? അറിയിക്കും കേട്ടോ. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.